അമ്മേ, നമ്മളിന്ന് തന്നെ അമ്മേ കറി വെക്കാൻ പോകുന്നത്? മോനെ, ഇന്ന് നമ്മൾ നല്ലൊരു അടിപൊളി ഗ്രീൻ പീസ് കറി വെക്കാൻ പോകുക. അതിനെന്നാക്കെയാ അമ്മേ വേണ്ട ഗ്രീൻ പീസ് കറി വെക്കുന്നതിന്? അതിന് തലേ ദിവസം വൈകിട്ട് ഇതിന് 1 ഗ്ലാസ് ഗ്രീൻ പീസ് വെള്ളത്തിൽ ഇട്ട് കുതിർത്ത് വാരി രാവിലെ കഴുകി എടുക്കണം. എടുത്തേച്ച് അതിന് ശേഷം അതിന് ചേർക്കാനുള്ള സാധനമായത് ക്യാരറ്റ്, ഒരു 3 ക്യാരറ്റ്, 2 കിഴങ്ങ്, ഒരു സബോള, വെളുത്തുള്ളി, പച്ചമുളക്. ഇത്രയും സാധനം കീറി അരിഞ്ഞ് വെള്ളവും ഉപ്പും ഒഴിച്ച് അടുപ്പിൽ വെച്ച് വേകണം. വെന്ത് വാങ്ങുമ്പോൾ നമുക്ക് അതിലേക്ക് അരിച്ച് ചേർത്ത് കടു താളിച്ചെടുത്താൽ മതി. ഇനി നമുക്കിത് കറി വെക്കാം. നമ്മൾ ഗ്രീൻ പീസ് കറി വെക്കാനുള്ളതെല്ലാം അരിഞ്ഞു. ഇനിയും ഗ്രീൻ പീസ് ആദ്യം കുക്കറിനകത്തേക്ക് ഇടുന്നു. അതിന് ചേരാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സാധനങ്ങളും ഇതിനകത്തോട്ട് തന്നെ ഇടും. ഇനിയും അതിന് വേകാനുള്ള വെള്ളം, ഇതിന് 1 കപ്പ് വെള്ളം, ശകലം കൂടെ വേണം. ഇതിനൊരു 1 കപ്പും 1 ഗ്ലാസും വെള്ളവും കൂടി ഇതിനകത്ത് ഒഴിക്കുന്നു. ഇനി അതിന് ചേരേണ്ട ഉപ്പും, അതിന് ചേരാനുള്ള ഉപ്പും, ഒറ്റത്തവി ഉപ്പ് ഇതിന് നിറച്ചു അതും ഇതിനകത്ത് ഒഴിച്ച് ഇനിയിപ്പോൾ ഇത് മൂടിയെടുത്ത് അടുപ്പിൽ വെക്കുന്നു. അതൊരു 20 മിനിറ്റ് സമയം കൊണ്ട് വെന്ത് കിട്ടും. അരയ്ക്കാനുള്ള തേങ്ങ, 1 മുറി തേങ്ങ, ശകലം മഞ്ഞൾ, ഇച്ചിരി മസാലപ്പൊടി, 1 ടീസ്പൂൺ മസാലപ്പൊടി പൊടി അരച്ച് അതിനകത്ത് ചേർക്കാൻ. ഇതിപ്പം നമ്മൾ മിക്സിയിലേക്ക് ഇടുന്നു. പാകത്തിന് വെള്ളം വയ്ക്കാനുള്ള വെള്ളം ഇതിനകത്ത് ഒഴിച്ച് ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ അരപ്പരഞ്ഞ് റെഡിയായിരിക്കുന്നു. നമ്മുടെ കറി വെന്തോന്ന് നമ്മുടെ ഗ്രീൻ പീസ് കറി വെന്തിരിക്കുന്നു. നമ്മുടെ ഗ്രീൻ പീസ് കറി വെന്തിരിക്കുന്നു, നല്ലതുപോലെ വെന്തു, എല്ലാം വെന്തു റെഡിയായി. ഇനി നമുക്ക് അതിനകത്തേക്ക് അരപ്പ് ചേർക്കാനുള്ള പരിപാടി. ചെറുതായിട്ടൊന്ന് ഉടയ്ക്കണം. ആ കിഴങ്ങും ഒക്കെ ഉള്ളത് കൊണ്ട് ചെറിയ കൊഴുപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ചെറുതായിട്ട് വാങ്ങി വെക്കാം. ഇനി നമ്മൾ ചട്ടി അടുപ്പിൽ വെക്കുവാണ്. കടുക് വറക്കാൻ പോവുക. അതിന് ചേരുന്ന എണ്ണ, ഒരു 4 സ്പൂൺ വെളിച്ചെണ്ണ, ചേരേണ്ട കടുക്, ഇത്രയും കടുക് മതി. കടുക് പൊട്ടിയിരിക്കുന്നു. ഇനി അതിന് കടുക് വറക്കാൻ ചേരേണ്ട ഇഞ്ചി ഒരു 1/2 മിനിറ്റ് ആകുമ്പോൾ കരിയാപ്പില ഇട്ടണം. എനിക്ക് തരുന്ന കരിയാപ്പിലയും കൂടെ അതിനകത്തിട്ട് ഇളക്കി ചുമക്കണം. ഉള്ളി ചുമക്കുമ്പോൾ ഇനി അരപ്പ് അതിനകത്തോട്ട് ഒഴിക്കുക. അരപ്പ് നല്ലപോലെ ചൂടാകട്ടെ. ഇളക്കി
അരപ്പ് താളിച്ചു. ഇനി ശകലം വെള്ളവും കൂടെ ചേരുവ വേണം. അത്ര മതി. ഇനി അതൊന്ന് ചെറിയ തിളച്ച് കഴിയുമ്പോൾ അരപ്പ് ചെറുതായിട്ട് തിളച്ചിരിക്കുന്നു. ഇനി അതിലേക്ക് വേവിച്ച് വെച്ചിരിക്കുന്ന ഗ്രീൻ പീസ് ഒഴിച്ചു. ഗ്രീൻ പീസ് കറി റെഡിയായിരിക്കുന്നു. തിളക്കട്ടല്ലേ അമ്മ? ചെറുതായിട്ടൊന്ന് തിളച്ചോട്ടെ. നമ്മുടെ കറി വെന്തിരിക്കുന്നു. ഇനി നമ്മളത് വേറെ പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് കാണാം. ഞങ്ങളെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമന്റ് ചെയ്യണം, അതുപോലെ ബെൽ ബട്ടൺ അടിക്കണം. അടുത്ത വീഡിയോ കാണാം. ബൈ.